അതെ, നമുക്ക് നല്ല മുരുമുരാന്നിരിക്കുന്ന പരിപ്പട ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ കഴുകി വാരി കുതിർത്ത് വെക്കാം നമുക്ക്. ഇനി നമുക്ക് കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വാരി എടുത്തിട്ടാണ് കുതിരാൻ വെച്ചിരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞു പോകണ്ട. എന്നാലും ഒന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ബാക്കി മാറ്റി വെച്ചത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി കൂട്ടുകളൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് എരിവിനായിട്ട് പച്ചമുളക് വേണം. ഞാനൊരു 2 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഇനി ഒരു കയ്യോളം ഇഞ്ചി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉള്ളി വേണം. സബോളയോ അല്ലെങ്കിൽ കൊച്ചുള്ളിയോ ഒക്കെ ആകാം. ഞാൻ കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അളവനുസരിച്ചിട്ട് നമ്മൾ എന്നാന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെരുംജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. കുഴയ്ക്കുന്ന സമയത്താണെങ്കിലും ഇച്ചിരി ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിലുണ്ടാക്കുന്നവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഞാനൊരു ശകലം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് പരിപ്പടയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ടും കുറച്ച് ടേസ്റ്റും ഒക്കെ കിട്ടും. വീട്ടിലുണ്ടാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പം അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനൊരു ഇച്ചിരി സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുവാണേ കുറച്ച് നേരത്തേക്കിന്. അപ്പോൾ ഏകദേശം നന്നായിട്ട് ആയിട്ടുണ്ട്. ആ മിക്സ് നല്ല രീതിയിലൊന്ന് കുഴച്ച് പരുവാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടിക്കകത്ത് എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഓരോന്നും ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിങ്ങോട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു പരിപ്പുവടകൾ ഉണ്ടാക്കും കേട്ടോ. അപ്പം ഞാനതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പരിപ്പുവടകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വലിയ പരിപ്പുവട ഉണ്ടാക്കേണ്ടവർക്ക് വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നവർക്കാണെങ്കിൽ ചെറുതായിട്ടും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഏകദേശം ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു പരിപ്പുവടകളാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഏകദേശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അധികം നേരം അതിൻ്റെ അകത്ത് ഇടണ്ട. ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമുക്കെല്ലാം തന്നെ കോരി എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പരിപ്പുവടകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപ്പുവടയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എളുപ്പമാണ് പരിപ്പുവട ഉണ്ടാക്കാൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബായ്.